100-ലധികം വീടുകളിലായി താമസിക്കുന്ന 200-ൽ പരം വോട്ടർമാർ. എളങ്ങാപ്പുറം മുസ്തലിഫ റെസിഡൻസ് അസോസിയേഷൻ പഞ്ചായത്ത് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എളങ്ങാപ്പുറം റോഡിന്റെ അതിശോചനീയാവസ്ഥ പരിഹരിക്കുക, എളങ്ങാപ്പുറം പഞ്ചായത്ത് കാന പുനർനിർമ്മിക്കുക, തീവണ്ടിക്കുഴിയിലെ കാട് വെട്ടിത്തെളിച്ച് ഇഴജന്തുക്കളുടെ സ്വൈരവിഹാര കേന്ദ്രം തടയുക, പാതയോരത്തെ മാലിന്യക്കൂമ്പാരത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തായ്ക്കാട്ടുകര മന്ത്രക്കല്ലിൽ നിന്നും റെയിലിന് സമാന്തരമായി ചവർപ്പാടത്തേക്കും കൂടെ കുന്നത്തേരിക്കും മുട്ടം മെട്രോ യാർഡിലേക്കും പോകുന്ന എളങ്ങാപ്പുറം റോഡിന്റെ പരിസര പ്രദേശങ്ങളിലായി ജീവിക്കുന്ന ജനങ്ങളാണ് എളങ്ങാപ്പുറം മുസ്തലിഫ റെസിഡൻസ് അസോസിയേഷൻ. ഏതു സമയം തീവണ്ടിക്കുഴിയിലേക്ക് ഇടിഞ്ഞു വീഴാറായ കാണ ജീവനും ആരോഗ്യത്തിനും ആപത്താക്കുന്ന വിധം രാജവെമ്പാലയുടെയും പെരുമ്പാമ്പുകളുടെയും കൊതുകുകളുടെയും കൂത്താടുകളുടെയും സ്വൈരവിഹാര കേന്ദ്രമായ റെയിലിന്റെയും റോഡിന്റെയും ഇടയിലെ പൊന്തക്കാടുകളും മാലിന്യ കൂമ്പാരങ്ങളും. ഈ നിസ്സഹായാവസ്ഥയിലാണ് രാജ്യത്തെ ജനാധിപത്യത്തെ ജീവിക്കാൻ സ്നേഹിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ കടുത്ത തീരുമാനത്തിലൂടെ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സടക് റോഡ് ഈയിടെയായിട്ട് വളരെയധികം തകർന്നെടുക്കുന്നുണ്ട്. മാന്ത്രക്കൽ ഭാഗത്ത് നിന്ന് കുന്തേരിയിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത്. ഏറ്റവും അധികം കൂടുതൽ ആളുകൾ ഹൈവേയിലേക്ക് കടന്നു പോകാനും ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ റോഡാവട്ടെ വളരെ മോശമാണ്. കുറേ നാളുകളായിട്ട് ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെയൊക്കെ ടയറുകൾ പഞ്ചറാവുന്നു, 2 വീലറുകൾ മറിഞ്ഞു വീഴുന്നു. അത് മാത്രമല്ല ഈ റോഡിൻ്റെ സൈഡ് കുറച്ച് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡ് ആകെ തകർന്ന് കാന പൊട്ടിപ്പിളർന്ന് കിടക്കുന്നത്. ഏത് നിമിഷവും ഏതൊരു വണ്ടിയും അപകടത്തിൽപ്പെടാനുള്ള ഒരുപാട് സാധ്യതകളാണ് അവിടെ ഉള്ളത്. പക്ഷേ അതേസമയം തന്നെ അതുപോലെ മറ്റൊന്ന് ഈ പരിസരം മുഴുവൻ കാട് പിടിച്ച് വല്ലാതെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഈയിടെ ഇവിടെ മലമ്പാമ്പിൻ്റെ ശല്യം വളരെയധികമുണ്ട്. അപ്പോൾ മലമ്പാമ്പുകൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നിരവധി ഉണ്ടാവാം. പലപ്പോഴും ഈ തുരങ്കത്തിനടുത്ത് മലമ്പാമ്പിനെ കാണാറുണ്ട്. ആളുകൾ വളരെ ഭീതിതരായിട്ടാണ് ഈ വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. ഇതിനെതിരെ ശക്തമായ നടപടികൾ ആവശ്യമുണ്ട്. ഈ റോഡ് തകർന്ന റോഡ് എത്രയും വേഗം പുനർനിർമ്മിക്കണം, കാന ശരിയാക്കി എടുക്കണം, വെള്ളക്കെട്ടിന് എത്രയും വേഗം അവസാനം ഉണ്ടാക്കണം, റോഡ് നന്നാക്കണം. ഇതൊക്കെയാണ് നാട്ടുകാരിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാം. ആലുവ എറണാകുളം റൂട്ടിലെ ട്രാഫിക് തിരക്കുകൾ മറികടക്കാൻ യാത്രക്കാർ എളങ്ങാപ്പുറം റോഡിനെയാണ് ആശ്രയിക്കുന്നത്. നാളുകളായി പല രാഷ്ട്രീയ പാർട്ടികളും ഈ റോഡിന്റെയും പരിസരത്തിന്റെയും ശോചനീയാവസ്ഥക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ തൂക്കുക എന്ന ആചാരം നടത്തിപ്പോരുന്നുണ്ട്. എന്നാൽ ഫ്ലെക്സ് ബോർഡുകളിൽ വള്ളിപ്പടർപ്പുകളും മാലിന്യവും വന്ന് മൂടിപ്പോകുന്നു. ഈ ബഹിഷ്കരണവും ഒരു സമരമാണ്. അധികാരികളുടെ കണ്ണു തുറക്കാനും ശാശ്വത പരിഹാരത്തിനുമുള്ള സമരം.